ശരി, സിബി സത്യൻ കൂടി ചേരുന്നുണ്ട്, മാധ്യമപ്രവർത്തകൻ. സിബി, ഇതിപ്പോൾ സൗജന്യമായ വെള്ളവും വൈദ്യുതിയും ഇതുകൊണ്ട് പോരാ എന്നുള്ളതാണോ ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ച നേടിയെടുക്കാൻ? ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ 1-2 എണ്ണം മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ഒരു എഡ്ജ് പറയുന്നത്, ബാക്കിയെല്ലാം BJPക്കാണ്. നിലവിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഒരു നെക്ക് ടു നെക്ക് തെരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പ്രീ പോൾ സർവേകളൊക്കെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് കുറേ കൂടെ ശക്തമായൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു പ്രതിഫലനമാണിത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ 100% പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ഡൽഹിയുടെ കാര്യത്തിൽ, കാരണം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ 2013 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്ത് നോക്കിയാൽ 2013 ആം ആദ്മി പാർട്ടിക്ക് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് 13 സീറ്റാണ്. അന്ന് ആദ്യമായിട്ടാണ് 28 സീറ്റുകൾ നേടിയിട്ട് ആം ആദ്മി ആദ്യം ഭരണം പിടിക്കുന്നത്. രണ്ടാമത്തെ തവണ തെരഞ്ഞെടുപ്പിൽ 45 സീറ്റാണ് ആം ആദ്മിക്ക് പൊതുവെ പ്രവചിക്കപ്പെട്ടിരുന്നത്. പക്ഷേ അത്തവണ അവർ 67 സീറ്റ് പിടിച്ചു. മൂന്നാമത്തെ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രവചനങ്ങൾ വന്നു. ഏതാണ്ട് 62 സീറ്റ് പിടിച്ചിട്ട് അവർ അധികാരത്തിൽ വന്നു. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ തവണയും അവർ എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ പറഞ്ഞതുപോലെ ഏതാണ്ട് 2013 മുതൽ അവിടെ ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഒരു ശക്തമായ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ, 11 വർഷത്തെ ആൻറ്റി ഇൻകംബൻസിയും കൂടെ നിലവിലുണ്ട്. ഇപ്പം നിലവിൽ പൊതുവെ ഈ ആൻറ്റി ഇൻകംബൻസിയെ പ്രോ ഇൻകംബൻസി ആക്കാനുള്ള നീക്കങ്ങളാണ് എല്ലാ സർക്കാരുകളും ഗംഭീരമായിട്ട് നടത്തുന്നത്. സൗജന്യങ്ങൾ സൗജന്യങ്ങൾ കുറെ കൂടെ വെൽഫെയർ സിസ്റ്റത്തിൽ കൊണ്ടുവരിക, കുറെ കൂടെ വെൽഫെയർ കൊണ്ടുവരിക. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡൽഹിയിൽ ഓൾറെഡി നല്ല വെൽഫെയർ സ്കീമുകൾ നിലവിലുണ്ട്. കാരണം ഓൾറെഡി അവിടെ ഇലക്ട്രിസിറ്റിയും വെള്ളവും ഒക്കെ പാവപ്പെട്ടവർക്ക് സൗജന്യമാണ്. ഇടത്തരക്കാർക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള റെയിലാണ് കിട്ടുന്നത്. അപ്പം അവരുടെയൊക്കെ ബജറ്റുകൾ, അതായത് ആം ആദ്മി പാർട്ടി അവരുടെ എന്താ പറയുന്നത് ഇലക്ഷൻ മെസ്സേജിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കുടുംബത്തിന് ശരാശരി 25,000 രൂപയുടെ ലാഭം ഡൽഹിയിൽ ഇപ്പം അവരുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിനെ മറികടക്കാനാണല്ലോ ബജറ്റിൽ മിഡിൽ ക്ലാസിനും അപ്പർ മിഡിൽ ക്ലാസിനും ഉപകാരപ്രദമായ രീതിയിൽ ആദായ നികുതി ഇളവുകൾ കൊണ്ടുവന്നത്. അപ്പോൾ അതിന്റെയൊക്കെ പ്രതിഫലനമാണോ ഈ കാണുന്നത്? അതെ, ആദായ നികുതി ഇളവ് ഒരു വലിയ മാറ്റം പ്രത്യേകിച്ച് മധ്യവർഗ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഡൽഹി എന്ന് പറയുന്നത് ഈ മധ്യവർഗ സമൂഹത്തിന്റെ ഒരു വലിയ ഏരിയയാണ്, ഒരു വലിയ മേഖലയാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വൻതോതിൽ തിങ്ങി പാർക്കുന്ന ഒരു മേഖല എന്ന നിലയ്ക്ക് അവിടെ സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു തീരുമാനം ഡൽഹി ഇലക്ഷനെ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈവൻ ആൾക്കാരെ പറയുന്നുണ്ട് ഡൽഹിയിൽ പരാജയപ്പെട്ട ചിലപ്പോൾ റിബേറ്റ് പിൻവലിച്ച് കളയുമെന്നടക്കമുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞു വരുത്താൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കിടയിലുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ട്. അപ്പം അത്തരമുള്ള എല്ലാ സംഗതികളും നമ്മൾ ഇതിനകത്ത് പരിഗണിക്കണം. പിന്നെ രണ്ടാമത്തെ ഈ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ കുറേ കാലം കഴിയുമ്പോൾ ഈ പ്രോ ഇൻകംബൻസിയുടെ അളവ് കൂട്ടാൻ സർക്കാരിന് സാധിച്ചില്ലെങ്കിൽ അതിൻ്റേതായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. പിന്നെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേജ്രിവാളിന് പകരം അവസാനത്തെ 6 മാസങ്ങൾ ഭരിച്ചത് അതീഷിയാണ്. അപ്പോൾ അതീഷിക്ക് എത്ര കണ്ട് ജനങ്ങളെ ആകർഷിക്കാനുള്ള ശേഷിയുണ്ട്. അതിഷിയുടെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അതിഷിയുടെ പ്രകടനം എത്രമാത്രം ഗംഭീരമായിരുന്നു, എത്രമാത്രം റെലവൻ്റായി എന്നുള്ളതൊക്കെ ഇതിനകത്ത് ഒരു വലിയ സംഭവമായിരിക്കും. അതോടൊപ്പം തന്നെ BJP സംസ്ഥാനങ്ങളിൽ ശക്തമായിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതും ഈ പറഞ്ഞ പോലെ ഡൽഹിയുടെ ഇലക്ഷനെ സ്വാധീനിക്കാൻ വഴിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പരിഗണിക്കണം. പക്ഷേ അവസാന ഫലം വരുന്നതുവരെ നമുക്ക് എക്സിറ്റ് പോളുകളിനെ 100% വിശ്വസിക്കാനോ തള്ളാനോ കൊള്ളാനോ ഇല്ലാതെ നമ്മൾ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കും, ആ രീതിയിലുള്ള ഒരു വിലയിരുത്തലിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ഇതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു അലയൻസിൻ്റെ സഖ്യ ചർച്ചകൾ അവർ തുടങ്ങി വെച്ചു. പല കാരണങ്ങളെ കൊണ്ട് അത് നടന്നില്ല. അപ്പോൾ ഒബിയസ്ലി 15 വർഷം മുമ്പ് കഴിഞ്ഞ 15 വർഷങ്ങളിൽ ഡൽഹി ഭരിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അവിടുന്ന് അവർ ഇല്ലായ്മ ചെയ്യപ്പെട്ടു. ആം ആദ്മി പാർട്ടി അവരുടെ മുഴുവൻ വോട്ട് ബാങ്കുകളും കരസ്ഥമാക്കി ഏതാണ്ട് അവരെ തുടച്ചു നീക്കി. കഴിഞ്ഞ 2 ഇലക്ഷനിലായിട്ട് സംപൂജ്യരായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിനകത്ത് 1 സീറ്റ് നേടിയാൽ 2 സീറ്റ് നേടിയാൽ 3 സീറ്റ് നേടിയാൽ ലാഭമാണ്. കാരണം ഒരു ജീർണവൃക്ഷത്തിൽ നിന്ന് പുതിയൊരു പൊട്ടിമുളയ്ക്കുന്നത് പോലെയുള്ള അവസ്ഥ തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. കാരണം അവർ പരിപൂർണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്ന് 2, 3, 4 എത്ര കിട്ടിയാലും ലാഭം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ബ്രോഡറായിട്ട് ചിന്തിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ BJPക്ക് വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കോൺഗ്രസിൻ്റെ നിലപാട് സഹായിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഈ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം നിലനിൽപ്പിലുള്ള സമരങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ കോൺഗ്രസ് 15 വർഷം മുമ്പ് അവിടെ ഭരിച്ചിരുന്ന 11 വർഷം മുമ്പ് അവിടെ ഭരിച്ചിരുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ സ്റ്റേക്ക് ഒഴിവാക്കിക്കൊണ്ട് അവിടെ മത്സരിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ മിഷണറി തകരുകയും പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അവർ മത്സരിക്കുക എന്നുള്ളവരുടെ ന്യായമായ അവകാശമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു അരവിന്ദ് കെജ്രിവാൾ കുറച്ചുകൂടെ ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനം എടുത്തിട്ട് ഒരു സഖ്യത്തിലേക്ക് ഇതിനെ നയിക്കണമായിരുന്നു എന്നുള്ള ഒരു പോയിന്റ് കൂടി മുന്നോട്ട് വയ്ക്കാനുണ്ട്. അങ്ങനെ